എന്തോ അല്ല ഓട്ടോയുടെ ശബ്ദത്തിൽ കേൾക്കുന്നത്. അതെ അതെ മോളായിരിക്കൂ. ഓട്ടോ എന്നെയാട്ടോ. അതെ മോളെന്നെ വരുന്നത്. അതെ അതിക്ക് ഞാനെന്നാ പോയാല അവളെ കണ്ടിട്ട് പോകാം. ശരി എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. എന്ത് പറ്റി? ഹലോ ഹലോ ആ ഡാ നീ ഇവിടെ നിൽക്കില്ലേ? ആ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ പാർക്കിൻ്റെ അവിടെ. ഓക്കെ ഓക്കെ ശരി കാണാം നാളെ. ഓക്കെ മോൾക്ക് എന്താ പറ്റിയേ? വല്ല കുറവുണ്ടോ? നീ എന്താ പറയുന്നത് ലീലാമ്മേ? അവൾക്കൊരു കുഴപ്പമില്ല. അവള് എന്റെ മകളാ. മോളെ അവള് എന്റെ മകളാ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പത്രാസുകാരി വന്നേക്കണു. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ആയിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല. ഒന്ന് പോകുന്നുണ്ടോ? എന്റെ മോളെ നീ പറയുന്നത് അങ്ങനെ പോകാനാ പറഞ്ഞത്. അങ്ങനെ പോകാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്റെ ഒന്ന് പോകാൻ തുടങ്ങിയിട്ടാ നീ മോള് വിളി എനിക്ക് കേട്ട് കേട്ട് മടുത്തു. ഒന്ന് പോകണം എന്റെ മുന്നിൽ. എനിക്ക് ആരും ഇഷ്ടമാവണ്ട. എന്റെ ദൈവമേ, എന്റെ വിൻസെന്റ് ഇപ്പോൾ പുണ്യവാളാ. എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി? അല്ലെങ്കിൽ തന്നെ നീ തല പെരുത്തിരിക്കുക. അതിന്റെ ഇടയിലാ നിങ്ങളുടെ കയ്യിൽ കാശ് വെളിയിരിക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ എടുത്ത് ഒരു 5000 രൂപ എനിക്ക് അത്യാവശ്യമുണ്ട്. അമ്മയുടെ കയ്യിൽ എവിടുന്നാ മോളെ? അമ്മയുടെ കയ്യിലും കാശ് ഉണ്ടെങ്കിൽ എടുക്കാൻ. ഇല്ലെങ്കിൽ മോളിക്ക് എങ്ങനെ പോയി ഇരിക്കാൻ നോക്കുന്നു. ഇതെന്താ മോളെ നീ പറയുന്നത്? നീ ആരുടെ അടുക്കൽ? ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ? എനിക്ക് സാലറി ഒന്നും എനിക്ക് തികയുന്നില്ല. കാശ് എന്നെ എടുക്കാൻ. ഇത്രമാത്രം സാലറി ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ആ മാല എങ്ങത്താ? ആ മാല എങ്ങത്താ? ഇല്ല മോളെ, അതിന് ഡാഡി ഒരു ഡാഡി വാങ്ങിക്കാൻ 2 ദിവസം ആ മാല ഇട്ടില്ലെങ്കിലും ഒന്നും വരാൻ പോകുന്നില്ല. ഇന്ന് തരാനാ പറഞ്ഞത്. ആ മാല എനിക്ക് തരാൻ. തൽക്കാലം ഇത് മതി. ഹലോ ആടാ ഞാൻ ദാ വരുന്നു. ആ ശരി ശരി ഞാൻ വരുമ്പോ ചെയ്യും. ആലിസിനെ കാണാനില്ലോ. അതിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ കാണാനില്ലോ. ആലിസേച്ചി. ആ, ഈ അകത്ത് വന്നെടുക്ക. ആലിസേച്ചിന് എന്ത് പറ്റി? എണീക്ക്. ആലിസേച്ചി, എണീക്ക്. ആലിസേച്ചി, എണീക്ക്. എന്ത് പറ്റി? എന്താ പറ്റിയേ? എന്റെ ലീലാമ്മേ, എന്റെ മകൾ എന്റെ കയ്യിലിട്ട് പോയി ലീലാമ്മേ. സാരില്ല ആലിസേച്ചി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. സാരില്ല. മുഖത്തേക്ക് വെള്ളം തെളിക്കുന്ന അതെ ടീച്ചർ വരുന്നുണ്ട്. നമുക്ക് അറിയാതിരുന്നേ. ആ ടീച്ചർ ഇപ്പൊ വന്നത് ഏതായാലും നന്നായി. എങ്ങോട്ടോ പോയി ടീച്ചറെ. എപ്പോ വരുമെന്ന് അറിയില്ല. സമാധാനമായിരിക്കും അതിന്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകും. സമാധാനമായിരിക്കും. ടീച്ചർ ആ വിൻസെന്റ് ഇപ്പോൾ സംഘടനയിലുള്ളതല്ലേ? ഉണ്ടല്ലോ. അല്ല അത് ചേരുന്നുണ്ടോ? ഏയ് ഞാൻ ചെയ്യുന്ന പ്രശ്നമില്ല. അല്ലാതെ തന്നെ 100 കൂട്ടം പണി വീട്ടിലുണ്ട്. എന്നിട്ട് വിൻസെന്റ് പോൾ സംഘടന ഒരു സേവന മഹാ സംഘടനയാണ്. അത് പാവങ്ങളെ സ്നേഹിച്ചും ദരിദ്രരെ സഹായിച്ചും രോഗികളെ സേവിക്കുന്ന ഒരു മഹത്തായ സംഘടന. ആ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന പ്രശ്നമില്ല. അങ്ങനെ എല്ലാവരും ചേർക്കാൻ പറ്റില്ല. അതൊരു ദൈവവിളിയാണ്. എന്താ നമ്മുടെ വിൻസി മോൾക്ക് പറ്റിയത്? അരുതാത്ത വല്ല കൂട്ടുകെട്ടിലും ചെന്ന് പെട്ടുവോ? അതിന് ലഭിച്ചു. എനിക്ക് ഒന്നും അറിയില്ല ടീച്ചർ. ആലിസേ, വിഷമിക്കാതിരിക്കൂ. നമ്മുടെ വികാരത്തിനും കൊച്ചത്തിനും
നമ്മുടെ സംഘടനയ്ക്കൊപ്പം ഉണ്ടല്ലോ. ഇത് വികാരി അച്ഛൻ ഒരു അഡ്വക്കേറ്റ് അല്ലേ? അച്ഛനെ ചെന്ന് കണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാം. എന്നാൽ ഞാൻ വരട്ടെ. ആലിസേച്ചി അറിയാതിരിക്കെ ഒരു വഴി ഉണ്ടാക്കാന്ന് ടീച്ചർ പറഞ്ഞില്ലേ? അകത്ത് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. എത്ര നേരമായി കഴിക്കാതിരിക്കുന്നു? അകത്ത് പോയി എന്തെങ്കിലും കഴിക്കുക. ഞാൻ പോകട്ടെ. Stop there! അവിടെ നിർത്തൂ. അത് പറയാൻ താൻ ആരാടോ? ആ കൈയിലേക്ക് സ്ത്രീകളെ തൊട്ട് കളിച്ച് താൻ വിവരം അറിയും. ഞാൻ CI അലക്സ് തോമസ്. ഇതാണ് എന്റെ ID. ഈ സബ്സ്റ്റൻസ് എവിടുന്ന് കിട്ടി? അറിയില്ലല്ലേ? ഇങ്ങനൊന്നും ചോദിച്ചാൽ പറയില്ലേ? നിന്റെ പേരെന്താണ്? മിൻസി. എവിടുന്നാ വന്നത്? ചോദിച്ചാൽ ഇതൊന്നും പറയില്ലല്ലേ നീ? ഈ കുട്ടികളെ വരുത്തുന്നത് എന്താ പോലീസിനെ ചോദ്യം ചെയ്യുന്നത്? ആന്റി, ഇവരെ നിങ്ങൾ അറിയുമോ? ഇവൾ കഞ്ചാവിന് അടിമയാണ്. എന്താ ഞാൻ ചേർത്തത്? ഇവൾ കഞ്ചാവിന് മാത്രമല്ല, ഇപ്പൊ ബ്രോഷർ യൂസ് ചെയ്യാനും തുടങ്ങി. ഇവിടെ കയ്യിൽ നിന്ന് വേണം ഇവരുടെ ഉറവിടം കണ്ടെത്താനും ഈ കേസ് ക്ലോസ് ചെയ്യാനും. ഇവളെ അങ്ങനെ വിടാനൊക്കെ ഇല്ല. ഇതിന്റെ പ്രായം നീ ഓർക്കട്ടെ. ഇവരെങ്ങനെയോ ആ ചതിക്കുഴിയിൽ ചെന്ന് പെട്ടതാണ്. ഇതിന്റെ ഉറവിടം അവർ കാണിച്ചു തരും. ഞാൻ ഇവരെ ഈ അഡ്മിഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് പഴയ ജീവിതത്തിലേക്ക് ആക്കിക്കൊള്ളാം. അങ്ങനാണെങ്കിൽ മോനെ ഇവരെ വെറുതെ വിടും. ഞാൻ ഇവരെ ആന്റിയുടെ കയ്യിൽ ഏൽപ്പിക്കാം. ഇവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആന്റി എടുക്കുക വേണം. പക്ഷേ എപ്പോ വിളിച്ചാലും അവരെ സ്റ്റേഷനിൽ ഹാജരാക്കുകയും ഇതിന്റെ ഉറവിടം എവിടാന്ന് കണ്ടെത്തുകയും വേണം. എന്നാൽ ഞാൻ പോകട്ടെ ആന്റി. മോനെ, നിങ്ങളെ മാതാപിതാക്കൾ എത്ര ക്ഷയിച്ചാണ് നിങ്ങളെ വളർത്തുന്നത്. എന്നിട്ടും നിങ്ങൾ ഈ ചതിക്കുഴിയിൽ ചെന്ന് പെട്ടുവല്ലോ. എന്നോട് ക്ഷമിക്കും ടീച്ചർ. എന്റെ വിൻസെന്റ് ഇപ്പോൾ പുണ്യവാള. എന്റെ മകളെ എപ്പോ പോയതാ? അവളെ കാണാനില്ല പുണ്യവാള. ഞങ്ങൾക്ക് മക്കളില്ലാതെ ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി അങ്ങക്ക് അങ്ങ് തന്നതല്ലേ മുന്നോട്ട്. എന്നെ പറ്റി എന്റെ മോൾക്കറിയാം. എന്റെ മോൾക്കറിയില്ലേ? ടീച്ചർ എന്റെ മോളെ എവിടെ നിന്ന് കിട്ടി ടീച്ചർ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇവരെ തെറ്റൊന്നും അവർ ചെയ്യുകയില്ല.